ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഞങ്ങൾ തൃപ്രയാർക്ക് പോവുകയാണ് കേട്ടോ, ചേച്ചിയുടെ അടുത്തേക്ക്. ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം വരാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ് കയറി തൃപ്രയാർ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോവുക. അപ്പോൾ സ്റ്റാൻഡ് ടു സ്റ്റാൻഡ് ആയതുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ തൃപ്രയാർ എത്തി. അവിടെ ഒരു ആനന്ദഭവനിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ആനന്ദഭവനിലാണ്. അപ്പോൾ ഞാൻ ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആനന്ദഭവനിൽ കയറിയത്. പക്ഷേ നമ്മൾ എത്തിയ സമയം എന്ന് പറയുന്നത് ഒരു 3 മണിയൊക്കെ ആയ സമയമായിരുന്നു. അപ്പോൾ അവിടെ മീൽസിൻ്റെ ടൈമായിരുന്നു. ദോശയൊക്കെ 4-4:30 ആവുമെന്ന് പറഞ്ഞ്. അപ്പോൾ ചപ്പാത്തി, പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും കേട്ടോ വാങ്ങിച്ചത്. ഗ്രീൻ പീസ് കറി കുഴപ്പമില്ല, പക്ഷേ അതൊരു ഫ്രോസൺ ഗ്രീൻ പീസ് ആയിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ജ്യൂസാണ്. അത് ഒന്ന് വാട്ടർമെലനും പിന്നെ ഒന്ന് ഓറഞ്ച് ജ്യൂസാണ്. അനുവിന് ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല, കാരണം അവനൊന്നും വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അവൻ ജ്യൂസ് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് വൈമാളിലേക്കാണ്. വൈമാളിൽ പോയി കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ തട്ടിപ്പൊട്ടിയൊക്കെ നിന്ന് കേട്ടോ. പിന്നെ ചേച്ചിയുടെ മോള് വന്നു. ചേച്ചിക്ക് അവിടെ ജോലിയുള്ളതിനും ചേച്ചിക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചേച്ചി ജോലി കഴിയുന്നവരെ ഞങ്ങൾ അവിടെ വൈമാളിലും അവിടേക്ക് ആയിട്ട് തട്ടിമുട്ടിക്ക് നിന്നിട്ട് മോള് വീട്ടിൽ നിന്ന് ബസ് കയറി വന്ന് ഞങ്ങളുടെ അടുത്ത് കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടന്നു അവിടെ തൃപ്രയാർ മൊത്തം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈമാളിൽ നിന്ന് ഇറങ്ങി ഒരു ലിയോ ഡെസേർട്ട് പറഞ്ഞിട്ടുള്ള ഒരു കഫേയിൽ കയറി. ഞങ്ങൾ കോഫി, അവർക്ക് ഷേക്ക്, ഷവർമയൊക്കെ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് അവിടെ നിന്ന്. കുഴപ്പമില്ല. ഞാൻ കോഫിയെ കുടിച്ച് വേറെ ഒന്നും, കാരണം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. കാരണം ബസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് മൈഗ്രെയിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ഒരു കോഫി കുടിച്ച് കുറച്ച് നേരം ആയപ്പോഴാണ് സെറ്റായത് നമ്മൾ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോയത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞങ്ങൾ വൈമാളിലേക്ക് വീണ്ടും വന്നു. അപ്പോഴേക്കും ചേച്ചിയുടെ ജോലിയൊക്കെ ആളുടെ വർക്കിൻ്റെ എന്താ പറയുക സമയമൊക്കെ കഴിഞ്ഞ ആൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ മോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് അനുവിനെ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ നിൽക്കുകയാണ്. അങ്ങനെ ചേച്ചിയുടെ മോനും വന്ന്. അപ്പോൾ അവനും ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഷൂട്ടിങ്ങും, അതുപോലെ തന്നെ അവന് മറ്റേ എന്താ പറയുക സ്പ്രിങ് പൊട്ടാറ്റോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം വൈമാളിലൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തൃപ്രയാറുള്ള റിലാക്സ് ഹോട്ടലിലേക്ക് പോയിട്ട് അവിടുത്തെ എന്താ പറയുക ബിരിയാണി റൈസ് അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേറെ എക്സ്ട്രാ കറികളോ കാര്യങ്ങളൊന്നും വേണ്ട. ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അവിടുത്തെ. അപ്പോൾ ഞാനത് കുറേ നാളുകൾക്ക് ശേഷമാണ് റിലാക്സിൽ പോയി അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത്, ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി റൈസ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. ഞാനും പിന്നെ അനുക്കുട്ടനൊക്കെ ബിരിയാണി റൈസ് ആയിരുന്നു. ശ്രീകുട്ടനും, അതായത് ചേച്ചിയുടെ മോനും, പിന്നെ ചേച്ചിയും മോളും പൊറോട്ടയും പനീർ കറി കേട്ടോ അവർ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൂത്ത ചേച്ചിയുടെ 2 മക്കളും വന്നിട്ടുണ്ടായി. അപ്പോൾ അവർക്ക് തൃപ്രയാർ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ജോയിൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവർക്ക് ഫുഡൊന്നും കഴിച്ചില്ല, അവർ ജ്യൂസ് ഓർഡർ ചെയ്തു. അപ്പോൾ അങ്ങനെ അവരും വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട്
അവിടെ ഏകാദശി സമയമായിരുന്നു കേട്ടോ. അതായത് ഏകാദശിക്ക് 2 ദിവസം മുന്നാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ ഞങ്ങൾ പൂരപ്പറമ്പിൽ പറമ്പല്ല സോറി അവിടെ റോഡിലൊക്കെ കിടന്ന് കറങ്ങി നടക്കലായിരുന്നു ഞങ്ങളുടെ പണി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.